മറ്റൊരു വാർത്തയിലേക്ക്. തെലങ്കാനയിലെ നാഗർകുർണൂലിൽ ടണൽ ഇടിഞ്ഞുണ്ടായ അപകടത്തിൽ കുടുങ്ങിയ 8 പേരെ രക്ഷിക്കാനുള്ള ദൗത്യം തുടരുകയാണ്. ടണലിൽ വെള്ളവും ചെളിയും നിറഞ്ഞതാണ് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നത്. സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. ER രാഗേഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. രാഗേഷ്, ഏത് നിലയിൽ ഈ ടണലിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കുവാനുള്ള നീക്കം ആണ് ഇപ്പോൾ നടക്കുന്നത്? അഭിലാഷ്, രക്ഷാദൗത്യം ദുഷ്കരമാണ്. കാരണം ആ ടണലിനകത്ത് ചെളിയും ഒപ്പം തന്നെ വെള്ളവും നിറഞ്ഞിട്ടുണ്ട്. ചെളി ഏതാണ്ട് മുട്ടുവരെ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാദൗത്യം ദുഷ്കരമാകുന്നത്. കാരണം ഇത് 44 കിലോമീറ്റർ ദൂരമുള്ള അല്ലെങ്കിൽ ദൈർഘ്യമുള്ള ഒരു ടണലാണ്. അതിൽ ഈ പ്രവേശന കവാടത്തിൽ നിന്ന് ഏതാണ്ട് 14 കിലോമീറ്റർ അകലെ വെച്ചാണ് ഈ അപകടമുണ്ടായിട്ടുള്ളത്. NDRFന്റെ സംഘം ഇതിനോടകം തന്നെ ലോക്കോമോട്ടീവിൽ ഈ പറയുന്ന പ്രവേശന കവാടത്തിൽ നിന്ന് ഈ അപകടം നടന്ന 14 കിലോമീറ്റർ ഏതാണ്ട് 12 കിലോമീറ്റർ ദൂരം ലോക്കോമോട്ടീവിൽ സഞ്ചരിച്ചു. അതിനുശേഷം കൺവെയർ ബെൽറ്റിൽ അടുത്ത 1.5 കിലോമീറ്റർ അവർക്ക് മുൻപോട്ട് പോകാനായി. പക്ഷേ അതിനുശേഷം ഏതാണ്ട് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 200 മീറ്റർ ദൂരത്തിൽ വലിയ രീതിയിൽ മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ട്. ഒപ്പം തന്നെ വെള്ളം വരുന്നതുകൊണ്ട് തന്നെ വലിയ ചെളി രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മണ്ണും ചെളിയും കൂടി നിറഞ്ഞ ഏതാണ്ട് മുട്ട് വരെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ കാൽമുട്ട് വരെ ഉയരത്തിൽ ഇതിന്റെ അവശിഷ്ടങ്ങൾ അടിഞ്ഞിട്ടുണ്ട് എന്നാണ് NDRF സംഘം ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി മാറുകയും ചെയ്യുന്നത്. മാത്രവുമല്ല, ഇന്നലെ ഈ ടണലിന്റെ മുകൾ ഭാഗത്തുണ്ടായിരുന്ന ഒരു വിള്ളൽ, അതിലൂടെ വെള്ളം ഇറങ്ങിക്കൊണ്ടാണ് പിന്നീട് ഇത് വലിയൊരു അപകടത്തിലേക്കൊക്കെ തന്നെ നയിച്ചതും 8 പേർ അവിടെ കുടുങ്ങിക്കിടക്കാൻ ഇടയാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇതിന്റെ സമീപത്തെത്തിയ ഈ NDRF സംഘം ഇവരുടെ പേര് വിളിച്ചു, പക്ഷേ ഒരു പ്രതികരണവും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഏതായാലും നിലവിൽ ഈ മണ്ണ് നീക്കം ചെയ്ത് അല്ലെങ്കിൽ ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് അവരെ അടുത്തേക്ക് എത്തുക എന്നത് മാത്രമാണ് ഇപ്പോൾ ഈ സംഘത്തിന് മുൻപിലുള്ള പോംവഴി. അതായത് രാകേഷ്, ഈ കുടുങ്ങിക്കിടക്കുന്നവരുടെ ഒരു അവസ്ഥയെക്കുറിച്ച് ഇപ്പോഴും രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്നവർക്ക് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിച്ചിട്ടില്ല, അങ്ങനെയാണോ? അതെ, അവരുടെ സാഹചര്യം എന്ത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല അഭിലാഷ്. നിലവിൽ ഇത് വലിയ വീതിയുള്ള ടണലാണ്. പ്രത്യേകിച്ച് ലോറി അടക്കം കടന്നു പോകാൻ ശേഷിയുള്ള അല്ലെങ്കിൽ അത്ര വീതിയുള്ള ഉയരമുള്ളൊരു ടണലാണ്. പക്ഷേ ഇത് വലിയ രീതിയിൽ കോൺക്രീറ്റ് പാളികളൊക്കെ തന്നെ അടർന്നു വീണിട്ടുണ്ട്. ഒപ്പം വലിയ രീതിയിൽ മണ്ണും ചെളിയും ഒക്കെ തന്നെ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇത് സംബന്ധിച്ചൊരു ആശങ്ക ഇടയാക്കാനുള്ള പ്രധാനപ്പെട്ട സാഹചര്യം. മാത്രമല്ല, NDRFന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ തന്നെ വ്യക്തമാക്കിയ കാര്യം, ഇവരുടെ പേര് അടക്കം വിളിച്ചുകൊണ്ട് അന്വേഷിച്ചു, പക്ഷേ ഒരു പ്രതികരണം ഉണ്ടായില്ല എന്ന് അദ്ദേഹം ഈ ഘട്ടത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് വിവരങ്ങളിലേക്ക് ഇവർക്ക് കടന്നിട്ടില്ല. മാത്രവുമല്ല, ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്താൽ മാത്രമേ ഏത് ഭാഗത്താണ് അപകടം നടന്നിട്ടുള്ളത്, 200 മീറ്റർ ചുറ്റളവിൽ ഏത് ഭാഗത്താണ് അപകടം നടന്നിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാൻ ഇതിനോടകം സാധിക്കൂ. ഏതായാലും അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടരുന്നത്. നേരത്തെ ഈ തുരങ്കത്തിന്റെ മുകൾ ഭാഗം തുറക്കാനുള്ള ഒരു ആലോചനയൊക്കെ പ്രാഥമിക ഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് നിലവിലെ സാഹചര്യത്തിൽ അത് നടപ്പാകില്ല എന്ന് സൈന്യത്തിന് തന്നെ ബോധ്യമുണ്ട്. കാരണം 400 മീറ്റർ തുറന്നാൽ മാത്രമേ അകത്ത് പ്രവേശിക്കാൻ സാധിക്കൂ. അത് വലിയ പാറക്കെട്ടാണ്. ഒരുപക്ഷെ അത് തുറക്കുകയാണെങ്കിൽ അത് വീണ്ടും മണ്ണിടിച്ചലിനോ അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് തന്നെ നയിക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ നിലവിൽ ടണലിനകത്തു കൂടെ തന്നെ കടന്നുകൊണ്ട് ആ ചെളിയും മണ്ണും നീക്കം ചെയ്ത് അവരുടെ അടുത്തേക്ക് എത്തുക എന്നത് മാത്രമാണ് നിലവിലുള്ള പോംവഴി. അതായത് സാധാരണ പലപ്പോഴും നമുക്ക് ഈ ഇത്തരം വിവരങ്ങൾ ശേഖരിക്കുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനും പരിമിതിയുണ്ട്. എങ്കിൽ പോലും സാധാരണ ഈ തെർമൽ സ്കാനറുകൾ പോലെയുള്ള സംവിധാനം ഉപയോഗിച്ച് ഇവർ ജീവിച്ചിരിപ്പുണ്ടോ, ജീവന്റെ സാന്നിധ്യം അവിടെയുണ്ടോ, അത്തരം കാര്യങ്ങൾ ആദ്യമേ അറിയുക. അതല്ല എങ്കിൽ വീഡിയോ അല്ലെങ്കിൽ സ്റ്റില്ലുകൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ദൃശ്യങ്ങൾ ആദ്യം പകർത്തുക, അങ്ങനെ ആളുകളെ സ്പോട്ട് ചെയ്യുക. ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും തന്നെ സാധ്യമാകുന്നില്ല എന്നാണല്ലേ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും NDRFന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട നീക്കം ഈ ടണലിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ടണലിന് ഇനി ഏതെങ്കിലും തരത്തിൽ ടണൽ കൂടുതൽ ദുർബലമാകാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ വീണ്ടും മണ്ണിടിച്ചിലുള്ള സാധ്യതയുണ്ടോ, അക്കാര്യമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. എഞ്ചിനീയർമാരുടെ അടക്കമുള്ള സംഘമാണ് ഇപ്പോൾ ടണലിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ അപകടം ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയില്ല. നിലവിൽ സാഹചര്യം മോശമല്ല എന്ന് വ്യക്തമാകുകയാണെങ്കിൽ കൂടുതൽ NDRF സംഘങ്ങളെ സൈന്യത്തെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പരിശോധനയിലേക്ക് പോകാനാണ് തീരുമാനം. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ ടണലിൽ ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ പരിശോധന അടക്കം ഈ ഘട്ടത്തിൽ നടത്തുന്നത്. നമുക്കറിയാം, ഉത്തരാഖണ്ഡിലൊക്കെ 17 ദിവസത്തിലധികം നീണ്ടുവന്നൊരു ഓപ്പറേഷനായിരുന്നു അന്ന് നടന്നത്. അതിൽ എല്ലാവരും തന്നെ ജീവനോടുകൂടി പുറത്തെടുക്കാൻ അന്ന് സാധിക്കുകയും ചെയ്തിരുന്നു. ആ രീതിയിൽ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ഏതായാലും ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കാം. പക്ഷേ നിലവിലെ സാഹചര്യം ദുഷ്കരമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഇപ്പോഴും വെള്ളം വരുന്നുണ്ട്.
അതാണ് നേരത്തെ സൂചിപ്പിച്ച് ഈ കാൽമുട്ടോളം വെള്ളവും ചളിയുമുണ്ട്. അതാണ് നിലവിലെ രക്ഷാദൗത്യത്തിന് വലിയ തടസ്സമായി നിൽക്കുന്നു. അഭിലാഷ്, രക്ഷാദൗത്യം തുടരുകയാണ്. പക്ഷേ അവിടുത്തെ തൊഴിലാളികൾ അവർ ഒരു പരിധിവരെയെങ്കിലും ഇത്തരം പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കാൻ പ്രാപ്തരാണ്. പക്ഷേ രക്ഷാപ്രവർത്തനം അതിവേഗത്തിൽ ആക്കേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ ചെളിയും മണ്ണും വെള്ളവും ഒക്കെ നിറഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി തന്നെയാണ് തുടരുന്നത്. 8 ജീവനുകൾ ആണ് ഉള്ളത്. അവർ തിരികെ വരും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. എത്രയും പെട്ടെന്ന് അവരെ പുറത്തെത്തിക്കാൻ രക്ഷാസംഘത്തിന് സാധിക്കുമെന്നും പ്രതീക്ഷിക്കാം.